ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ യൂസ് ചെയ്തിട്ട് കളയുന്ന ഷാംപൂ ബോട്ടിൽ കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഷാംപൂ ബോട്ടിൽ യൂസ് ചെയ്യും, അതുപോലെ കളയും. നമ്മൾ ഒരിക്കലും എടുത്ത് സൂക്ഷിച്ച് വെക്കാറൊന്നുമില്ല. പക്ഷേ നല്ല ഷാംപൂ ബോട്ടിൽ വൈറ്റ് കളർ ആയാലും ഏതാണെങ്കിലും കേട്ടോ എടുക്കാം. ഇതിപ്പോൾ നല്ലൊരു കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഷാംപൂ ബോട്ടിൽ മുറിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഏതൊരു ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പിന് ഒന്ന് മാർക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്കെച്ച് പെൻ വെച്ചിട്ടോ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വെറുതെ കട്ട് ചെയ്താൽ നമുക്കൊരു ഷേപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ജസ്റ്റ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് പകുതി വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കത്തി 10 രൂപ തൊട്ടുണ്ട് കേട്ടോ വാങ്ങിക്കാൻ, എല്ലാ കടയിലും ഉണ്ടാവും. അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു കത്തി വെച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് മുറിച്ച് കൊടുക്കുക. നമുക്ക് ഈ എക്സ്ട്രാ ഉള്ള ഭാഗം അങ്ങ് കളയാം. ആ ഒരു ഭാഗത്തിൻ്റെ ആവശ്യം എന്തായാലും നമുക്ക് വരുന്നില്ല. അതാ ഇതുപോലെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സൈഡ് ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം സ്ക്വയറിലായിരുന്നു ആദ്യം മുറിച്ചത്. അപ്പോൾ എനിക്കൊരു ഭംഗി തോന്നാത്തതുകൊണ്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓവൽ പോലെ മുകൾ ഭാഗം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ റിബൺ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലുള്ളതിൽ ഈ സിൽവർ റിബൺ ഇതിന് കുറച്ച് മാച്ച് ആവുന്നു. നമ്മുടെ കയ്യിലുള്ള റിബൺ വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഏതെങ്കിലുമൊക്കെ റിബണൊക്കെ വെച്ചിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം കുറച്ച് ഹോട്ട് ഗ്ലൂ ഗൺ ഇതിലേക്ക് തേച്ച് കൊടുക്കുകയാണ്. തേച്ച് കൊടുത്തതിന് ശേഷം ഈ സൈഡ് നമ്മൾ മുറിച്ചൊരു ഭാഗം എപ്പോഴും കാണാതിരിക്കുന്നതാണ് ഭംഗി. അപ്പോൾ ആ ഒരു ഭാഗം അറിയാത്ത രീതിയിൽ ഈ റിബൺ വെച്ചിട്ട് ഞാനൊന്ന് ഫുള്ളൊന്ന് ഒട്ടിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇത് ബാക്ക് ഭാഗവും വേണമെങ്കിൽ ഒട്ടിക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ബാക്കും കൂടി കവർ ചെയ്താണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഒട്ടിച്ചു. ഇനി ഇതുപോലെ താഴ്ഭാഗവും ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലത്തെ ചെറിയ കുഞ്ഞു ബട്ടൺസാണ്. ഇതിങ്ങനെ ഒരു സ്റ്റിക്കർ പോലെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, ഇത് ഞാൻ വാങ്ങിയതാണ്. നിങ്ങളുടെ കയ്യിലൊക്കെ കുഞ്ഞു കുഞ്ഞു പഴയ ബട്ടൺസ് ഭംഗിയുള്ള മുത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്താൽ മതി, ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഉള്ളത് കൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഒരു റിബണിൻ്റെ പീസും കൂടി ഞാനിവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതൊരു ഭംഗിയൊക്കെ വന്നില്ലേ ഇപ്പം. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗമാണ് ശരിയാക്കി എടുക്കേണ്ടത്. അപ്പം ഇവിടെ ഒരു ഹോൾ ഇടണം, എങ്കിലേ നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഹാങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മുകൾ ഭാഗം ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല, അതും കൂടി ഒന്ന് മുറിച്ച് കളയാം. ഞാൻ ഹാങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഈ ഹോട്ട് ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഗൺ വെച്ചിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കുകയാണ്. ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഹോളിടാം, അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ, സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് ഹോളിട്ട് കൊടുത്താലും മതിയാവും. ഇനി ഇതുപോലെ ഒരു കുഞ്ഞ് ബോ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു റിബണിൽ തന്നെ. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഈ ബോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതാണ് ഒന്നും കൂടി കാണിക്കാത്തത്. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക കണ്ടോ. അപ്പോൾ ആ ഒരു ഭംഗി കേടങ്ങ് മാറിക്കിട്ടി. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു കുഞ്ഞ് ഓൾ ഹാങ്ങർ പോലത്തെ ഒരു സാധനം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലവർ വെച്ചിട്ട് ഹാങ് ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പെൻസിലോ സ്കെച്ച് പെന്നോ എന്ത് സാധനങ്ങൾ, ബ്രഷോ അതുപോലെ ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, അങ്ങനെ എന്ത് സാധനം ഹാങ് ചെയ്യാൻ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുഞ്ഞൊരു ഫ്ലവർ വൈസ് പോലെ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിതൊന്ന് ഹാങ് ചെയ്ത് കാണിക്കാം. വളരെ സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്